അൽഹംദുലില്ലാ അങ്ങനെ ഇസ്താംബുൾ എയർപോർട്ടിലെത്തി. ഇതാണ് തുർക്കിഷ് എയർലൈൻസിന്റെ ഒരു ചെറിയ ഫ്ലൈറ്റാണ്. ഒരു 10,000 ആൾക്കാരൊക്കെ കൊള്ളുള്ളൂ. ഇനി പോകേണ്ടത് നമുക്ക് പ്രാഗിലേക്കാണ്. അങ്ങനെ ടെർമിനൽക്കുള്ള ബസ് വന്ന് ബസ്സിൽ കയറി. ഇനിയിപ്പോൾ ഫ്ലൈറ്റിനുള്ള ഗേറ്റ് നോക്കണം. പക്ഷേ ഗേറ്റ് നോക്കിയിട്ടാണെങ്കിൽ ഒരു പിടി കിട്ടില്ല. സ്ക്രീനിൽ നോക്കിയിട്ടാണെങ്കിൽ നമ്മളെ ഫ്ലൈറ്റ് കാണിക്കണമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് മാഷാ അല്ലാഹ് നമ്മളെ ഫ്ലൈറ്റ് കാണിക്കുന്നത്. ഹൈ ഇതേതാ വൈബ് ഇത്. എന്തൊക്കെയാണെങ്കിലും ഇസ്താംബുൾ എയർപോർട്ട് കാണാൻ നല്ല രസമാണ്. എന്തായാലും യൂറോപ്പ് പോലെ ഒന്ന് ഷോഫ ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്ത് ഒന്ന് കൊടുത്ത് നിസ്കരിക്കുകയും ചെയ്ത്. ഇനിയിപ്പോൾ നമ്മളെ ഗേറ്റിക്ക് പോകണം. ഗേറ്റ് ആണെങ്കിൽ എൻ്റെ റഹ്മാനെ ചില്ലറ ദൂരല്ല. ഷിത്തോനൊക്കെ ആണെങ്കിൽ എന്ത് സുഖേനില്ലേ. അങ്ങനെ ഫൈനലി നമ്മളെ ഗേറ്റിലെത്തി. ഹേയ് നിങ്ങൾ നോക്കി എയർപോർട്ടിൻ്റെ അടിയിൽ കൂടെ റോഡ്. എന്താലേ ഇതിപ്പോൾ എന്താ കഥ. എല്ലാവരും ചിരിക്കണ്. അപ്പം ഞാനും ചിരിച്ച്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. എല്ലാവരും വിൻഡോ സീറ്റ് കിട്ടി നമുക്കൊരു പരിപാടി. അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷനായ പ്രാഗിലെത്തി. ഇവർ ഇറ്റലിക്കാരാണ്. ഞാൻ കൺട്രി ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സ്നേഹമുണ്ട്. അങ്ങനെ പ്രാഗ് എയർപോർട്ടിലെത്തി. അവസാനം ഇനി നമ്മളെ ബാഗേജ് കളക്ട് ചെയ്യണം. അതിൻ്റെ മുന്നേ ഇമിഗ്രേഷൻ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ ഇമിഗ്രേഷൻ കൗണ്ടർ. അങ്ങനെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് നമ്മളെ ഫ്രണ്ട് ആസിഫാണ് കേട്ടോ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നത്. അൽഹംദുലില്ലാ അവിടെ എത്തി. അപ്പോൾ ഓക്കെ